അപ്പോസ്തല പ്രവർത്തനങ്ങൾ 17:26. അപ്പോസ്തല പ്രവർത്തനം 17:26. ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു. അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷേ അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം. കാര്യം എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു, ദൈവം നൽകുന്നതാണ്. എന്തിനു വേണ്ടിയാണ്? അത് സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട്. ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത്. ഇപ്പം നമ്മൾ ChatGPT ഒക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർ PhD തീസ് എഴുതത്തില്ലേ? PhD തീസ് എഴുതുന്ന ആൾക്കാരില്ലേ കോളേജിൽ കൊടുക്കുന്നതിന് വേണ്ടി, ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഒത്തിരിയേറെ ആപ്പുകളിപ്പോൾ ഉണ്ട്. ChatGPT പോലെ കുറേ സാധനങ്ങളുണ്ട്. എൻ്റെ മൊബൈലിലും കുറേ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് തീസിൻ്റെ കൂടെ കൂട്ടിവെക്കും. അപ്പോൾ ഇതിനൊരു ആൻറ്റി ആപ്പ് വേറെ കിടപ്പുണ്ട്, പ്രൊഫസർമാരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നിൻ്റെ ഈ ഇത് മുഴുവനും അവർ അവരുടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് എവിടെ നിന്നാണ് കട്ടെടുത്തതെന്നുള്ള എല്ലാവരും അവർക്ക് മനസ്സിലാകും. പിന്നെ തീസ് തള്ളിപ്പോവും. ഇതുപോലെ തന്നെയാണ് ദൈവികമായൊരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. മറ്റുള്ളവരുടെ വിശ്വാസത്തിലല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം. അതാണ് തൻ്റെ ജനം എന്ന് പറയുന്നത്. തൻ്റെ ജനം എന്ന് വെച്ചാൽ 2 ചോദ്യം ചോദിക്കത്തില്ലേ പത്രോസിനോട്? എന്താ ചോദിക്കുന്നത്? Who do you say that I am? Take the bit of water. Hallelujah. 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 യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 മർക്കോസ് 8:27. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? ജോസഫച്ചൻ പറഞ്ഞ വിശ്വാസത്തിലേക്ക് നിങ്ങൾ ജീവിക്കണം ഇപ്പോഴും. പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങളെ. അത് ഞാൻ പറഞ്ഞതല്ലേ. ദൈവം ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു. ഇതെന്തിനാണ്? അവർ സ്വന്തം അനുഭവത്തിലൂടെ, ജോസഫത്തിൻ്റെ അനുഭവത്തിലൂടെ അല്ല. അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ദൈവം നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം. എങ്ങനെയാണ് തൻ്റെ ജനമാകണത്? എങ്ങനെയാണ്? സ്വന്തം അനുഭവം ഉണ്ടാകണം. സ്വന്തം അനുഭവം എന്താ ഉണ്ടാകുന്നതിൻ്റെ കാലങ്ങൾ മാറും. ഉടമ്പടിയിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും. ഇതെന്തിനാണ്? ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ്. അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ അപ്പം നിങ്ങളെ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത്? ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത്. പിടികിട്ടിയ പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താ? യഥാർത്ഥ ഇസ്രയേലിൽ നിന്ന് പറഞ്ഞില്ലേ? കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ള എന്താണ്? ആൻഡ് ദിസ് ഈസ് ട്രൂ ഇസ്രേലിയൻ ആൻഡ് ഹി ഈസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. അവന് കാപട്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം?
പണ്ട് ഇസ്രായേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത്. യാക്കോബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ്. ഫാൻസി ഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ്? വേഷപ്രച്ഛന്നം, ആളുടെ വേഷപ്രച്ഛന്നം. യേശാവ് അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവനിഷ്ടപ്പെട്ട മകൻ, മൂത്ത മകൻ ആദിജാതൻ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി, നീ കാട്ടിൽ പോയി വേട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ, ഞാൻ അതിനെ ഭക്ഷിച്ച് കഴിയുമ്പോൾ, അപ്പവും കൂടി കൊണ്ടുപോവാ, ഞാൻ ഭക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും. അപ്പോൾ കർത്താവ് എനിക്ക് തന്ന അനുഗ്രഹമെല്ലാം നീ അവകാശമാക്കും. അത് അപ്പോൾ റബേക്ക അത് പാത്തു നിന്ന് കേൾക്കും. റബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനോട്. യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു. ഉടനെ യേശാവ് വേട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രോമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും. എന്നിട്ട് അവിടെ ആലയിലുണ്ടായിരുന്ന ആടിനെ മുറിച്ച് കറിയാക്കി അപ്പവുമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും. യാക്കോബിനെ അവൻ അന്ധനായിരുന്നു ഈ ഇസഹാക്ക്. തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും, നിൻ്റെ ശരീരമൊക്കെ പൂടെ ഉള്ളതാണ്, യേശാവിനെ പോലെ ഇരിക്കണം, നിൻ്റെ മണം എന്ന് പറയണത് അത് യാക്കോബിൻ്റെ ആണെന്ന് അറിയാം. അപ്പം അത് നിൻ്റെ ശരീരം ഇതുള്ളതാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം. അത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത്. പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും. എന്തിലും പക്ഷെ അല്ലപ്പം ഞാൻ യാക്കോബല്ല, ഞാൻ യേശാവാണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവൻ അടിച്ചു മാറ്റും. ഇവൻ വളർന്ന് വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവൻ റെഡ് മാർക്കാണ്. എത്രയോ വർഷം കഴിഞ്ഞ്, ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥിതി ഹിപ്പോക്രൈറ്റ് എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത്. യാക്കോബിൽ നിന്നാണ് ഈ നെതിന്യാഹു വരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എന്നാലും പുസ്തകത്തിൽ കിടക്കുന്നത്, കർത്താവിൻ്റെ പുസ്തകത്തിലുള്ളത് എന്താണ്? ഈസ് എ ഹിപ്പോക്രൈറ്റ്. തൽക്കാല കാര്യസാധ്യത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ ഒത്തുതീർപ്പിന് ദൈവം ഇപ്പോഴും തയ്യാറല്ല, കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല. എന്താ പറയണത്? ദാനിയേൽ പറയും, ഇവന് യഥാർത്ഥ ഇസ്രായേലിലാണ്. ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ്. മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റായിരുന്നു. അപ്പം ഈ യഥാർത്ഥ ഇസ്രായേലിനാകാൻ, യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഉടമ്പടിയുടെ ത്രില്ല് എന്താണ്? ത്രെഡ് എന്താണ്? ത്രിൽ ആൻഡ് ത്രെഡ് ഓഫ് കവനന്റ്. അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ്. അത് ത്രില്ല് ഒരേ സമയം ഇതിനെ ത്രെട്ടുമാണ്. ഇതിൻ്റെ എന്താ കാര്യം? യഥാർത്ഥത്തിലേക്ക് വരണം. ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം, എല്ലാ കാലാവസ്ഥയിലും. ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് ഞാൻ എൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും. എന്താ കാര്യം? ഉപ്പുകാറ്റടിച്ചിട്ട് തുരുമ്പിക്കും, അതിൻ്റെ അടിയൊക്കെ തുരുമ്പിക്കും. എൻ്റെ കാറ് ഒരിക്കൽ ഡ്രൈവർ ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ ഒത്തുപോയി, താഴേക്ക് പോയി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവം ഉണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്താ കാര്യം? തുരുമ്പിച്ച് അടി തുരുമ്പിച്ചിരുന്ന് അറിഞ്ഞില്ല. ഈ മനോജ് തന്നെയായിരുന്നു. കാറും ഡ്രൈവർ അതിൻ്റെ അകത്തിരുന്ന അടിയിൽ നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി. അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ്. കാലങ്ങൾ മാറിയാൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത്. കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട്. അതെന്തിനാണ്? നീ യഥാർത്ഥമാണോ എന്നറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു 90% ഹിപ്പോക്രാറ്റ്സാണ്. എന്താ കാര്യം? അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും, ഉടനെ പത്രം കൊടുപ്പൊക്കെ മാറും. കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ്. ഒരുത്തൻ സാക്ഷ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഞാൻ പത്രം കൊടുത്ത് 2 മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവനെ മുട്ടി തുറന്ന് കൊടുത്തത്. ദൈവമേ, ഇവരെ പാരക്കടിക്കാഞ്ഞ ഭാഗ്യം. പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച്. എന്താ കാര്യം? അവരടിച്ചില്ല. 2 മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണ്. ഒന്ന് ചിന്തിക്കേ. അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനെ അറിയാത്ത അറിയിക്കാൻ വേണ്ടി കൊടുത്ത് പോയി.
ആരും ചലിച്ചില്ല. എല്ലാവരും ആ 2 മണിക്ക് എഴുന്നേറ്റ് എഴുന്നേൽക്കുന്ന ആദരവോടെയാണ് വാങ്ങിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണ്? ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ പേര് നമുക്ക് ചെയ്യാം. നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി. കർത്താവ് അവനോട് ഉണ്ടായിരിക്കുകയും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹവേളയിൽ വന്ന് സാക്ഷ്യം പറയാൻ ലഭിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ആദ്യം തന്നെ നന്ദി പറയുകയാണ്. ഞാൻ 2022-23 CBSE +2 ബാച്ചായിരുന്നു. ഞാൻ 10ഉം 11ഉം ഓൺലൈനായിട്ടാണ് ഞാൻ പഠിച്ചത്. ഞാൻ CBSE ആയതുകൊണ്ട് തന്നെ 10ാം ക്ലാസ് എക്സാം ഞങ്ങൾക്കില്ലായിരുന്നു, ഓൾ പാസ്സായിരുന്നു. അപ്പം എങ്ങനെയാണ് ഒരു എക്സാം എഴുതേണ്ടതെന്ന് പോലും അറിയാതെയാണ് ഞാൻ +2ൻ്റെ എക്സാമിന് കയറിയിരുന്നത്. അപ്പോഴത്തേക്കിന് എനിക്കറിയത്തില്ല എന്താ അവിടെ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്ത് ചെയ്യണം, എന്ത് പഠിച്ചാലാണ് എക്സാം പാസ്സാകേണ്ടതെന്ന് പോലും അറിയത്തില്ല. കാര്യം 10ഉം 11ഉം ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഒന്നും അങ്ങനെ വലുതായിട്ട് അറിയത്തുമില്ല. അങ്ങനെ അമ്മ ഇങ്ങനെ പറഞ്ഞു തന്നു, ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു പള്ളിയുണ്ട്, നമുക്കവിടെ പോകാം, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് ഞാനും അപ്പയും അമ്മയും കൂടെ ഒരു ഞായറാഴ്ച എൻ്റെ ഹോൾ ടിക്കറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് ഇവിടെ വന്നു. മാതാവിനോട് മുട്ടിപ്പായിന്ന് ഞാൻ പ്രാർത്ഥിച്ച, അമ്മേ മാതാവേ, നാണം കെടുത്താത്ത ഒരു മാർക്ക് എനിക്ക് തരണം, എനിക്ക് അത്രയേ ഉള്ളായിരുന്നു എൻ്റെ ആവശ്യം. അപ്പം ഞാനിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല, എനിക്കപ്പം 18 വയസ്സായിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഹോൾ ടിക്കറ്റുമായിട്ട് ഞാൻ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ എഴുതി. എക്സാമെല്ലാം ഞാൻ എഴുതി. എനിക്ക് എക്സാം എല്ലാം എഴുതുമ്പോഴത്തേക്കിന് ടെൻഷനാണ്. ഞാൻ എല്ലാ എക്സാമിനും കയറുമ്പോഴത്തേക്കിനും വിശ്വാസ പ്രമാണവും എല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ കയറുന്നത്. എന്നിട്ട് ഉപ്പ് ഞാൻ വെതറും. ഞങ്ങൾക്ക് ആകുമ്പോഴത്തേക്കിനും ഒന്നും കയറ്റാൻ പറ്റത്തില്ല എക്സാം ഹോളിലോട്ട്. ഞാൻ ഉപ്പ് അവർ കാണാതെ ഞാൻ വെതറിയിട്ട് ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ എക്സാം എഴുതുന്നത്. എനിക്ക് സെറ്റ് 3 ആണ് കിട്ടിക്കൊണ്ടിരുന്നത് എല്ലാ എക്സാമിനും. ആ സെറ്റാണ് ഏറ്റവും എളുപ്പമുള്ള സെറ്റ്. ഞാൻ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞു. എനിക്ക് ഫിസിക്സിൻ്റെ എക്സാം വന്നപ്പോഴത്തേക്കിന് ഞാൻ നോക്കുമ്പോഴത്തേക്കിന് എനിക്കറിയുന്ന ഒരൊറ്റ ക്വസ്റ്റ്യൻ ഇല്ല അതിനകത്ത്. ഞാൻ നിന്ന് ഉരുകും, എനിക്കറിയത്തില്ല എന്നെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാനപ്പോഴത്തേക്കും രണ്ടും കൽപ്പിച്ച് ഞാൻ മാതാവിനെ വിളിച്ചുകൊണ്ട് ഞാൻ ആ ക്വസ്റ്റ്യൻ തന്നെ എഴുതി വെച്ചിട്ട് എല്ലാത്തിനും ഞാൻ ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ടു. എന്നിട്ട് എനിക്ക് തോന്നിയ ഏതെങ്കിലും ഒരു ആൻസർ എഴുതിയിട്ട് ഞാനത് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് ആകെ ഏറ്റവും കൂടുതലും മാർക്ക് എനിക്കുള്ളത് ഫിസിക്സിന്. എനിക്കറിയാം, ഞാൻ 2 വട്ടം എൻ്റെ എക്സാമിൻ്റെ റിസൾട്ട് ഞാൻ എടുത്ത് നോക്കി. കാര്യം ഞാൻ പൊട്ടു എന്ന് പറഞ്ഞിരുന്നതാണ് CBSEയുടെ എക്സാം ഫിസിക്സിന്. അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ, അതായത് 70 മാർക്ക്. എനിക്ക് 70 63 മാർക്കുണ്ടായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു. എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കിട്ടാൻ ചാൻസ് കുറവാണ്, ഭയങ്കര പാടായിരിക്കും. അന്ന് വരെ ഞാൻ എടുത്തിട്ട് ക്ലിയർ ആയിട്ടില്ല. അന്ന് ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെന്ന് അവരപ്പോഴത്തേക്കും അവിടെ വിധി എഴുതി എനിക്ക് കിട്ടത്തില്ല എന്ന് എന്നെ പഠിപ്പിച്ച മാഷുമാരെഴുതി. ഞാൻ അവിടെ കയറി ഇരുന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. വണ്ടി എടുത്തു. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എടുത്ത്. അവരെല്ലാവരും എന്നോട് ചോദിച്ചു, നീ എന്നാ മാത്രമേ ചൊല്ലിക്കൊണ്ടിരുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വാസ പ്രമാണമാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അത് കഴിഞ്ഞ് ഞാൻ ഞാൻ ജർമ്മൻ പഠിച്ചു. അങ്ങനെ ഞാൻ A2ൻ്റെ എക്സാം എഴുതി ഞാൻ ഫെയിലായി. ഞാനത് ട്രിവാൻഡ്രത്താണ് എഴുതിയത്. അപ്പോഴത്തേക്കിനും എനിക്കങ്ങ് എൻ്റെ മാതാവിനോടുള്ള ഇതങ്ങ് കുറഞ്ഞു. അത് കഴിഞ്ഞ് എൻ്റെ ഫെയിലായെന്നറിഞ്ഞ ഒരു വെള്ളിയാഴ്ചയായിരുന്നു. അടുത്ത വെള്ളിയാഴ്ച വന്ന് ഞാനും എൻ്റെ അമ്മയും കൂടെ 2023 ഡിസംബർ 29 എൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ B2ന് വേണ്ടി പഠിക്കുക. അപ്പം B2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് തന്നെ ഞാൻ B2ൻ്റെ എക്സാമിന് വേണ്ടി ഒരു സ്ലോട്ട് ഞാൻ ട്രിവാൻഡ്രം കൊച്ചിയിൽ മെയിൽ അയച്ചു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ആ മെയിൽ എക്സാം സ്ലോട്ട് കിട്ടി. ഞാൻ റൈറ്റിങ്ങും ലിസണിങ്ങും എഴുതി. ഞാൻ മാർച്ച് 16 ആയിരുന്നു എക്സാം എഴുതിയത്. ഞാനപ്പം അതും കിട്ടി. ഞാൻ ഹോൾ ടിക്കറ്റും കൊണ്ട് വന്ന് ഇവിടെ ഈ അൽത്താരയുടെ ഫ്രണ്ടിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എങ്ങനെ എക്സാം എഴുതേണ്ടതെന്ന്. എന്നെ എഴുതി വെക്കുമെന്നും എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ പഠിക്കുകയും ചെയ്തു. ഞാൻ 2ഉം പാസ്സായി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ട്രിവാൻഡ്രം കൊച്ചി എന്ന് പറഞ്ഞാൽ മെയിൽ കിട്ടാൻ വേണ്ടി ഭയങ്കര പാടാണ്. എനിക്ക് മിക്ക മന്തിലും ഡേറ്റ് കിട്ടുമായിരുന്നു. പിന്നെ എനിക്ക് കോൺഫിഡൻസ് ഭയങ്കര കുറവായിരുന്ന ഒരാളാണ് എന്നിട്ട് ഞാൻ ഓഗസ്റ്റിലത്തെ എക്സാമിനുള്ള ഡേറ്റിൽ ഞാൻ സ്പീക്കിങ്ങും റീഡിങ്ങും കൂടെ എഴുതി. എനിക്ക് റീഡിങ് കിട്ടി, എനിക്ക് സ്പീക്കിങ് കിട്ടിയില്ല. എനിക്ക് 2 മാർക്കിനത് പോയി.
അത് കഴിഞ്ഞിട്ട് ഞാൻ 3 മൊഡ്യൂളായപ്പോൾ തന്നെ ഞാൻ എക്സാം ഏജൻസിക്ക് കൊടുത്തു. ഏജൻസി എനിക്ക് ഇൻ്റർവ്യൂ തന്നു. അതായത് അത് ആ ഏജൻസി ഞാൻ കണ്ടുപിടിക്കുന്നത് ഞാനിങ്ങനെ ട്രിവാൻഡ്രം കൊച്ചി പോയി രജിസ്ട്രേഷൻ ഇരുന്നപ്പോൾ അവിടെ വെച്ച് കണ്ട ഒരു കൊച്ചു വഴിയാണ് ഞാൻ ആ ഏജൻസി കണ്ടുപിടിക്കുന്നത്. എനിക്ക് ആ ഏജൻസിയെക്കുറിച്ച് അറിയത്തില്ല, നല്ലതാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. പോയ ആളുടെ ഒരു വിശ്വാസം വെച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഏജൻസിക്ക് കൊടുത്തത്. പെട്ടെന്ന് തന്നെ എനിക്ക് ഇൻ്റർവ്യൂ മോക്ക് കിട്ടി. മെയിൻ ഇൻ്റർവ്യൂ 2 ഒറ്റയടിക്കായിരുന്നു. എനിക്ക് 2 കൂടെ ഒരുമിച്ചായിരുന്നു. എനിക്കറിയാം, എനിക്ക് 3 ക്വസ്റ്റ്യൻ മനസ്സിലായി അവർ പറഞ്ഞത്. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്നാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അവർ പറഞ്ഞു, ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് യാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് അവരെനിക്ക് തോന്നുന്നു എന്നെ കളിയാക്കി ചിരിച്ചതാണോ എനിക്കൊന്നും അറിയത്തില്ല. എനിക്ക് അങ്ങ് സങ്കടവും വരുന്നു. ഞാൻ മാതാവിൻ്റെ തിരി അവിടെ കത്തിച്ച് വെച്ചേക്കുക. അതിലോട്ട് ഞാൻ നോക്കുന്നുണ്ട്, എനിക്കറിയത്തില്ല. അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല അവരെന്താ പറഞ്ഞത്. ഞാൻ ഇപ്പോൾ യാന്ന് വെച്ചിട്ട് അവർ എന്നെ ബൈ പറഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് തോന്നുന്നില്ല, എനിക്കറിയത്തെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് പോലും മനസ്സിലായില്ല, ഞാൻ ചിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചോണ്ടാണ് ഞാൻ അവരെ ഇത് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിനും അമ്മ അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. ഞാൻ ആദ്യം പാസ്സാകുന്നു അവിടെ ഇൻ്റർവ്യൂവിന്. എനിക്കറിയത്തില്ല ഞാൻ എന്നെ അവിടെ ചെയ്യേണ്ട. ഞാൻ അപ്പോഴത്തേക്കിന് അക്കാഡമിയിൽ ഞാൻ നിൽക്കുക. എന്നോട് പറഞ്ഞ് മരിയ പാസ്സായെന്ന് പറഞ്ഞു. ഞാൻ ഞാൻ പോയി. എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് എൻ്റെ കോൺട്രാക്റ്റ് ഒരു മാസം പോലും എടുത്തില്ല. അതിന് മുന്നേ വന്നു. എന്നിട്ട് 3 ലക്ഷം രൂപ വേണം. 3 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കണം. അപ്പോഴത്തേക്കിനും ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനും വീട്ടിൽ നല്ല ടൈറ്റാണ്. അപ്പം അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്, അമ്മ മാതാവിനോട് പ്രാർത്ഥിക്ക്, നമുക്ക് എവിടുന്നേലുമൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ എല്ലാ ദിവസവും ത്രിസന്ധ്യാജപം ചെല്ലും. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചു. എപ്പോഴും എല്ലാവരും കൂടെ ചേർന്ന് നിന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന ചെല്ലുന്നതും മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും. അങ്ങനെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസം ആയപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് പൈസ കിട്ടി. ഞാൻ കൊണ്ടുവന്ന് ഏജൻസിയിൽ അടച്ചു. ജാനുവരി 17-ാം തീയതി ഞാൻ വിസയ്ക്ക് വെക്കുമ്പോഴത്തേക്കിനും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം എന്താ വെച്ചാൽ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റിൽ എൻ്റെ പ്ലേസ് ഓഫ് ബർത്തിൽ കേരള എന്നില്ല. അപ്പോഴത്തേക്കിനും എല്ലാവരും പറഞ്ഞു അത് മിക്കവാറും റിജക്ഷൻ ആകാനാണ് ചാൻസ്. ഞാൻ നിന്ന് കരയുക വീട്ടിൽ. അതിൻ്റെ കൂടെ ഞാൻ വിശ്വാസപ്രമാണവും ചെല്ലുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന ഞാൻ കാശുരൂപവും ഉപ്പും എല്ലാം ഞാൻ പിടിച്ച് ഞാൻ കരയുന്നുമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുമുണ്ട്, അതിലേറെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ട്, നീ എന്തിനാ പേടിക്കുന്നത്, അമ്മ മാതാവ് നിനക്ക് തരും. പക്ഷെ അമ്മയൊക്കെ കരഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കും. എന്നിട്ട് അത് കഴിഞ്ഞ് ജാനുവരി 17-ന് വെച്ച് ഒരു തിങ്കളാഴ്ച വെച്ച് അത് കഴിഞ്ഞിട്ട് ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും എനിക്ക് മെയിൽ വന്ന് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞു. എനിക്ക് അപ്പോഴത്തേക്കും എന്നോട് എല്ലാ ഫ്രണ്ട്സും പറഞ്ഞു റിജക്ഷൻ ആയിരിക്കും, കാര്യം ഇത്രയും നേരത്തെ ഒന്നും ആർക്കും വരത്തില്ല, ഇങ്ങനെ എൻ്റെ കൂടെ വെച്ചവർക്ക് ആർക്കും വരുന്നുമില്ല. ഞാൻ ചെന്നിട്ട് സാറ്റർഡേ ചെന്നിട്ട് ഞാൻ കൊറിയർ ഓഫീസിൽ ചെന്നിട്ട് ഞാൻ വാങ്ങിച്ചു. ഞാനപ്പം പോകുന്നതിന് മുന്നേ എൻ്റെ കയ്യിൽ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ മുന്നിൽ കാശുരൂപമുണ്ട്. കാശുരൂപം ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. എൻ്റെ കഴുത്തേൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ എന്നിട്ട് അവിടെ കയറി ചെന്നു. എനിക്ക് തുറക്കാൻ വേണ്ടി ഭയങ്കര പേടി. അപ്പോഴത്തേക്കിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ചേട്ടനാണ് തുറന്നത്. അപ്പോഴത്തേക്കിനും പറഞ്ഞു, എടി ഒരു പേപ്പറേ ഉള്ളൂ അതിനകത്തെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ മാതാവേ, ഞാൻ നിന്ന് വിശ്വാസപ്രമാണം ചൊല്ലി ഇപ്പം എടുത്തു നോക്കിയപ്പം റിജക്ഷൻ വരുമ്പോഴാണ് അങ്ങനെ സാധാരണ പേപ്പർ വരുന്നത്. ഈ പേപ്പർ അതിൻ്റെ അകത്ത് അറിയാതെ അങ്ങോട്ട് കയറി വന്നതാണ്. പുറത്ത് വരേണ്ട പേപ്പർ അറിയാതെ റിജക്ഷൻ വന്നെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നത്. അത് അറിയാതെ അകത്ത് കയറി വന്നതാണ് പുറത്ത് വരേണ്ട പേപ്പർ. നോക്കുമ്പോഴത്തേക്കിന് എനിക്ക് വിസ അടിച്ചിട്ടുണ്ട്. ഞാൻ ഈ വരുന്ന മാർച്ച് 26-ാം തീയതി ഈ ബുധനാഴ്ച വൈകിട്ട് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് എപ്പോഴും 4-ാമത്തെ ആഴ്ചയിൽ യുവതുപ്തിക്കാരെല്ലാവരും കൂടെ ചേർന്ന് അന്നദാനം നടത്തുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് 1, 3, 5 പൊതി കൊടുക്കാറുണ്ട്. അതുകൂടാതെ തന്നെ പത്രങ്ങൾ എല്ലായിടത്തും തീരുന്നിടം വരെ ഒന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് തന്നെ ബസ് സ്റ്റോപ്പിൽ ഞങ്ങളുടെ അടുത്തുള്ള ചങ്ങനാശ്ശേരി സ്ഥലം അവിടെയുള്ള ഹോസ്പിറ്റലുകളിലെല്ലാം കയറി ഞാൻ കൊടുത്തിട്ടേ ഞാൻ മിക്കവാറും പോകാറുള്ളൂ. പിന്നെ എവിടെ പോയെന്ന് പറഞ്ഞാലും എൻ്റെ കയ്യിലൊരു കൃപാസനത്തിലെ പത്രം കാണും. ഇപ്പം തന്നെയാണേലും എൻ്റെ ഈ പാസ്പോർട്ടിൻ്റെ അകത്ത് തന്നെ ഒരു കാശുരൂപമുണ്ട്. എനിക്കറിയാം എൻ്റെ കൂടെ എവിടെ പോയെന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് എവിടെ പോയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര തടസ്സങ്ങളാണ്. എനിക്കിപ്പോൾ എക്സാം എഴുതാൻ പോയാൽ എനിക്ക് ട്രെയിൻ ലേറ്റ് ആവുക,
എന്നായിരുന്നു, അല്ലെങ്കിൽ ദേഹാസ്വസ്ഥ, ഛർദ്ദിക്കാൻ വരിക, അങ്ങനെയൊക്കെ ഓരോന്നോ. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഡൽഹിക്ക് പോയി എക്സാം എഴുതിയിട്ട് എനിക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് ഞാൻ അവിടെ ചെല്ലുന്ന അന്ന് അതിൻ്റെ റിസൾട്ട് വരുന്നത്. എനിക്ക് ഉറപ്പുണ്ട് എനിക്കത് കിട്ടുമെന്നുള്ള കാര്യം എൻ്റെ വീട്ടിലെ അല്ലലും എല്ലാം അറിഞ്ഞ് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോഴത്തേക്കും മാതാവ് എനിക്കത് തരുമെന്നുള്ള കാര്യം 100% എനിക്ക് ഉറപ്പാണ്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എനിക്ക് കിട്ടിയ വലിയൊരു അനുഗ്രഹത്തെ പറ്റി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് മിവിൻ സന്തോഷ്. ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ എന്ന സ്ഥലത്തു നിന്നാണ്. സെൻറ്റ് ജോർജ് ഇടവകയാണ് എൻ്റെ പള്ളി. എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പുറത്തോട്ട് ജോലി നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മാരിയറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽ ചെയിനിലെ ഫൈനാൻസിലായിരുന്നു. അതേ ജോലി തന്നെ ഞാൻ പുറത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒരിടത്ത് ദുബായിൽ തന്നെ ഞാനൊരിടത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മാരിയറ്റിൻ്റെ തന്നെ ഒരു പ്രോപ്പർട്ടിയിൽ. അവിടെ നിന്ന് എനിക്ക് കോള് വരികയും 13-ാം തീയതി കോള് വരികയും അത് കഴിഞ്ഞിട്ട് എനിക്ക് 20-ാം തീയതി ഫൈനാൻസ് ഡയറക്ടറുടെയും ഫിനാൻസ് മാനേജറുടെ ടീംസിൽ വീഡിയോ കോളിൽ എനിക്ക് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂവിൻ്റെ HR ലിങ്ക് അയച്ചത് എനിക്ക് പ്രോപ്പറായിട്ട് കിട്ടാതെയും ആ സമയത്ത് കുറേ ബാരിയേഴ്സ് എനിക്ക് വരികയും ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ പിന്നെ മാതാവിനോട് ആ സമയത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അതുപോലെ തന്നെ മാതാവിൻ്റെ ഉപ്പും തൈലവും പുരട്ടി കാശുരൂപവും എൻ്റെ ഒരു കുഞ്ഞു മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അതും വെച്ചാണ് ഞാൻ ടീംസിൽ ഇൻ്റർവ്യൂവിനിരുന്നത്. ആ സമയത്ത് എനിക്ക് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. പ്രീവിയസ്ലി ഒക്കെ കുറേ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്തപ്പോൾ അതെല്ലാം എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതെന്നും ഡയറക്ടർ ഓഫ് ഫൈനാൻസ് ഒക്കെ ആയിരുന്നു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തത്, അവർ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ ഇൻ്റർവ്യൂ എല്ലാം പോവുകയും ചെയ്തു. ആ സമയം അപ്പോഴാണ് ഈ ഇൻ്റർവ്യൂ എനിക്ക് നടക്കുകയും പക്ഷേ എനിക്കിത് പ്രോപ്പറായിട്ട് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ എനിക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ഡ്യൂട്ടീസൊന്നും പ്രോപ്പറായിട്ട് പറയാൻ പറ്റാതെ ഒക്കെ വരികയൊക്കെ ചെയ്തായിരുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂസും അങ്ങനെയും ഭയങ്കര ചൂടുമൊക്കെ, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായി ആ സമയത്ത്. ഞാനപ്പോൾ അമ്മയോട് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ വീട്ടിൽ വെച്ചായിരുന്നു ഇൻ്റർവ്യൂ, ഫോണിലായിരുന്നു കണ്ടക്ട് ചെയ്തത്. അമ്മയോട് ഇറങ്ങിയപ്പോൾ പറയുകയും ചെയ്തു, എൻ്റെ അമ്മയോട് ഞാൻ പറയുകയും ചെയ്തു, അമ്മ ഇൻ്റർവ്യൂ കിട്ടാൻ എനിക്ക് ജോബ് കിട്ടാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവിടുന്ന് എന്നെ വിളിക്കുകയും ചെയ്തു. അവിടുന്ന് HR വിളിച്ചിട്ട് ചോദിച്ചു, നിന്നെ സെലക്റ്റഡ് ആയിട്ടുണ്ട്, ബാക്കിയുള്ള പ്രോസസ്സിന് വേണ്ടിയിട്ട് ഞാൻ മെയിലിടുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആ പ്രോസസ്സിനുള്ള ഇതെല്ലാം ചെയ്യുകയും ഇൻറ്റേർണൽ ട്രാൻസ്ഫറാണ് ഞങ്ങൾക്ക് മീൻസ് ആ പ്രോപ്പർട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയിലേക്കാണ് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഇത് തന്നെ വെച്ചത് എൻ്റെ ജോലിയുടെ ഇതായിരുന്നു. ആ സ്ഥലത്തേക്ക് തന്നെ നല്ലൊരു സ്ഥലത്ത് നല്ലൊരു ജോലി നല്ലൊരു ഇതിലേക്കുമാണ് എനിക്ക് മാതാവ് അനുഗ്രഹിച്ചത്. അതല്ലാതെ തന്നെ ഈ ജോലി കുറേ എനിക്ക് നേരത്തെ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെല്ലാം പോസ്റ്റ്പോണ്ട് ആയതിൻ്റെ റീസൺ എല്ലാം ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പോസ്റ്റ്പോണ്ട് ആയതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഗ്ലോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഫോം ചെയ്തായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ തൊട്ട്. ആ സമയത്തൊക്കെ ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര വൊമിറ്റിങ്, അത് ഇച്ചിരി സിവിയറായി. ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഹോസ്പിറ്റൽസ് എല്ലാം കയറി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇത് ഓപ്പറേറ്റ് ചെയ്ത് തന്നെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഫർദർ പ്രോസസ്സിലായിരുന്നു. ആ ഒരു ഇത് നടക്കുന്നതിൻ്റെ ഇടയ്ക്കെല്ലാം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതെല്ലാം എനിക്ക് 2-3 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തായിരുന്നു. അത് നല്ലതുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം എനിക്ക് അത് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് മെയിലിടും, ഇവിടെ ഇൻറ്റേർണലി ഞങ്ങൾ സെലക്ട് ചെയ്തു സോറി എന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. പിന്നെയാണ് ഈ ഓപ്പറേഷൻ എനിക്ക് ഒരു ലൈബിലിറ്റീസ് ഈ ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്തത് വഴി എനിക്ക് ഒരു ലൈബിലിറ്റീസും ഫിനാൻഷ്യലി വന്നിട്ടില്ല. എല്ലാം കമ്പനി ഇൻഷുറൻസിൽ മാതാവ് എല്ലാം നടത്തി. പക്ഷേ അത് കാര്യം പറയാൻ ഞാൻ ഈ ഇൻഷുറൻസ് കമ്പനിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടെല്ലാം വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ ഓപ്പറേഷൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ ഡോക്ടറെ മീൻസ് ഹോസ്പിറ്റലിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അറൗണ്ട് 1.5 lakh അടുത്ത് വരുന്നുണ്ടായിരുന്നു ഓപ്പറേഷൻ മാത്രം. അപ്പോൾ
അവർ പറഞ്ഞു ഈ ഓപ്പറേഷൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഏതാണ്ട് 10-20% എങ്ങാണ്ട് കൊടുക്കണം, 30,000 എങ്ങാണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇൻ ഹാൻഡ് കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. അതൊന്നും ഇല്ലാതെ ഓപ്പറേഷൻ ഫുള്ളി എൻ്റെ കമ്പനി ഇൻഷുറൻസിൽ ക്ലിയർ ആയി പോവുകയും ചെയ്തു. എനിക്ക് നല്ല ഒരു ബുദ്ധിമുട്ടോ ഒന്നും വന്നില്ലായിരുന്നു ഈ ഓപ്പറേഷൻ വഴി. ഒരു ജസ്റ്റ് കയറി നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇറങ്ങുന്ന പോലെ ഓപ്പറേറ്റ് ചെയ്ത് ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഡോക്ടർ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഈ ജനറൽ സർജനായിരുന്നു. ജനറൽ സർജനെ ഞാൻ കൺസൾട്ട് ചെയ്തപ്പോൾ റാൻഡമായിട്ടാണ് ഞാൻ ഇത് ചെയ്തത്. പുഷ്പേരി എന്ന് പറഞ്ഞ അവിടെ ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കയറിയപ്പോൾ മാതാവിൻ്റെ ഫോട്ടോ, ഒരു പത്രത്തിലെ ഒരു ഫോട്ടോ ആ ഡോക്ടറിൻ്റെ പുറകിൽ ഒട്ടിച്ച് വെച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു ഇതെവിടെ, അപ്പോൾ ഡോക്ടർ പോകാറുണ്ടെന്നൊക്കെ ചോദിച്ചു. ആ ഡോക്ടർ പറഞ്ഞ് എൻ്റെ ഒരു ഒരു പേഷ്യൻ്റ് എന്നാണ്, ഞാൻ അവിടെ ഒട്ടിച്ച് വെച്ചാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ വിശ്വാസമായി. ഡോക്ടർ ഒരു അനിയനെ കാണുന്ന പോലെ കണ്ട് എന്നോട് ഭയങ്കര കോപ്പറേറ്റീവ്, എൻ്റെ ടെൻഷൻ വരുന്നതും എല്ലാം എൻ്റെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ തന്നെ എനിക്ക് ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്ത് തരികയും ഓപ്പറേഷൻ എനിക്ക് ഒരു അപകടമോ ഒന്നുമില്ലാതെ, സീരിയസ് അല്ലാതെ നോർമലായിട്ട് ഓപ്പറേഷൻ കംപ്ലീറ്റായി. ഒരു ദിവസത്തിനുള്ളിൽ, പിറ്റേ ദിവസം തന്നെ പോകാമായിരുന്നു. പക്ഷേ എനിക്കൊരു ചെറിയ പേടിയുള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു നീ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ട് പൊക്കോ, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കംപ്ലീറ്റായി പോരാൻ പറ്റി. ഈ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് മാതാവ് എൻ്റെ പോസ്റ്റ്പോൺ ചെയ്തത്. ഇൻ കേസ് ആ ജോലിയൊക്കെ കിട്ടി പോയിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ടി വരും. ഈ ഗോൾ ബ്ലാഡറിലെ ഈ ഇഷ്യൂ നമ്മളിപ്പോൾ ഫ്ലൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പെയിൻ ഭയങ്കര പെയിനാണ്. ഭയങ്കര വൊമിറ്റിംഗ് ആയിരിക്കും, വൊമിറ്റിംഗ് ടെൻഡൻസി ആയിരിക്കും. പക്ഷേ അതുപോലെ തന്നെ ഭയങ്കര പെയിൻ ആയിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മൾ ട്രിപ്പ് ഇടണം, അതൊരു പെയിൻ കില്ലർ എടുക്കണം, അല്ലാതെ ഇതിൻ്റെ പെയിൻ പോകത്തില്ല. അപ്പോൾ അതുപോലെ സിവിയറാണ് ഇത് ഇൻഫെക്ഷൻ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നമ്മൾ ഭയങ്കരമായിട്ടുള്ള പെയിനാണത്. അത് നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചായിരുന്നു. കാരുണ്യപ്രവർത്തികൾ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വഴിയിൽ ആരെങ്കിലും കാണുവാണെങ്കിൽ ഞാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ എനിക്ക് ആത്മീയമായിട്ട് കിട്ടിയിരിക്കുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് കുർബാന ഒത്തിരി സ്നേഹിക്കാൻ പറ്റി. കൊന്ത ദിവസവും ചെല്ലും. പിന്നെ കൃപാസന പ്രാർത്ഥന രാവിലെയും 5:30 എഴുന്നേൽക്കുകയും അതുപോലെ തന്നെ വൈകിട്ടും ഞാൻ ചെല്ലുകയൊക്കെ ചെയ്യും. പിന്നെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ, മാതാവ് വഴി കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ എല്ലാവരോടും, എൻ്റെ ജൂനിയേഴ്സിനോടാണേലും എന്നോട് സംസാരിക്കുന്നവരോടാണേലും എല്ലാം ഞാനത് പറയുകയും അവരോട് മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറയുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ പത്രം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് പറഞ്ഞാണ് കൊടുക്കുന്നത്. കൃപാസനത്തിലെ പത്രമാണ്. പ്രാർത്ഥിക്കണം, മാതാവിൻ്റെ പേരിലാണ് പറഞ്ഞാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കാറുള്ളത്. ഞാനിവിടുന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന ദിവസം തന്നെ എല്ലാവർക്കും കൊടുക്കാൻ പറ്റും. ഞാൻ നടന്നാണ് എല്ലായിടത്തും പോയി കൊടുക്കുന്നത്. ഞാൻ മാതാവിനോട് തന്നെ പറയും, മാതാവേ ഇത് അർഹതപ്പെട്ടവർക്ക് പറ്റണം. ചിലവർക്ക് കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾക്ക് ഒരാൾക്ക് ഞാൻ കൊടുത്തപ്പോൾ ബസ്സേ വെച്ചാണ് ഞാൻ കൊടുത്തപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ഈ മാസത്തെ കിട്ടിയില്ലായിരുന്നു, എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുമായിരുന്നു. അവസാനത്തെ പത്രമായിരുന്നു, അത് പുള്ളിക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട്. പിന്നെ ആത്മീയമായിട്ട് നല്ല അനുഗ്രഹമാണ് ഈ ഉടമ്പടി എടുത്തത് വഴി എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ചീത്ത വാക്കുകളൊക്കെ ഞാൻ പണ്ട് ഉപയോഗിക്കായിരുന്നു. കൂട്ടുകാരായിട്ടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും സംസാരിക്കത്തില്ല. നല്ല വ്യക്തിയാകാൻ പറ്റി. ആത്മീയമായിട്ട് നല്ലൊരു സമാധാനം ഈ ഉടമ്പടി എടുത്തത് വഴി ഭയങ്കര സമാധാനവും, നമുക്ക് നല്ലൊരു മാതാവിനോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ പറ്റി. അങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ മാതാവ് ഒരുപാടല്ലാതെയും ഒക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. കുറേ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാതാവ് എന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദി മാതാവിനോട് ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. 1000 നന്ദി.